കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കുടുംബം നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. കേസ് ഡയറി ഹാജരാക്കാനും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നും സംസ്ഥാന സർക്കാർ അറിയിക്കും. കൊലപാതകമെന്ന കുടുംബത്തിന്റെ സംശയം കൂടി പരിശോധിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. നവമി ദിനേശ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. നവമി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടിലാണ് സർക്കാർ. അത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായി വരുന്ന വിഷയങ്ങൾ, എപ്പോഴത്തേക്ക് ഹർജി പരിഗണിക്കും, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നവമി? സർക്കാർ എടുക്കുന്ന ഈ ഒരു നിലപാട് അത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം തുടക്ക സമയത്ത് തന്നെ ഈ കുടുംബം CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു CBI കൂട്ടിലടച്ച തത്തയാണെന്ന്. അതുകൊണ്ട് തന്നെ വ്യക്തമായിരുന്നു ഈ ഒരു അന്വേഷണം, ഈ നവീൻ ബാബുവിന്റെ അന്വേഷണം CBIക്ക് വിട്ടുകൊടുക്കില്ല എന്ന, അല്ലെങ്കിൽ CBIയോട് അന്വേഷിക്കുന്നതിൽ താല്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെതെന്ന് തുടക്കം മുതലേ അറിയാമായിരുന്നു. അത് തന്നെയാണ് ഇന്ന് കോടതിയിലും സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘമാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നത്. അതിൽ ഈ തെളിവുകളൊന്നും തന്നെ നശിപ്പിക്കാതെ, അല്ലെങ്കിൽ അത് നശിപ്പിക്കാതെ അത് സംരക്ഷിക്കാനുള്ള ചുമതല സംസ്ഥാന പോലീസിനുണ്ട്. അത് ആ രീതിയിൽ തന്നെ നടക്കും. കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാനും കേരള പോലീസ് തയ്യാറാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളായിരിക്കും കോടതിയിൽ ഇന്ന് പ്രധാനമായും സർക്കാർ വ്യക്തമാക്കുക. എന്തായാലും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴാണ് ഈ കേസ് ഡയറി ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കേരള പോലീസിനോട്, അന്വേഷണ സംഘത്തോട് കോടതി വ്യക്തമാക്കിയത്. അതിന്റെ ഒരു സാഹചര്യത്തിലും ഒപ്പം നവീൻ ബാബുവിന്റെ ഭാര്യ ഇതിലൊരു CBI അന്വേഷണം വേണം, ഈ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു അതൃപ്തിയുണ്ട്. അത് അങ്ങനെ പറയാൻ കാരണം ഇതിൽ ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട വ്യക്തി ദിവ്യ, അത് ഒരു CPM പ്രവർത്തകയാണ്. CPMന്റെ പല ചുമതലകളിലും ഇപ്പോൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പാർട്ടി ഈ വ്യക്തിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുമെന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് CBI സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം, കൃത്യമായിട്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ അത് കൊലപാതകമാണ്, അതിന്റെ കൊലയാളിയെ ഈ കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ നടപ്പാക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇതിന്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു CBI അന്വേഷണം വേണമെന്ന് കുടുംബം പറയുന്നത്. പക്ഷെ അത് സർക്കാർ പൂർണ്ണമായും എതിർത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നവീൻ ബാബുവിന്റെ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഇന്ന് സർക്കാർ ഇക്കാര്യങ്ങളായിരിക്കും വ്യക്തമാക്കുക. കോടതി ഇനി എന്ത് നിലപാടായിരിക്കും ഇതിൽ സ്വീകരിക്കുക? CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? അതോ സർക്കാർ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ആയി മുന്നോട്ട് പോകുന്നുണ്ട്, ഇനി മറ്റൊരു ഏജൻസി ഇതിനു വേണ്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണോ കോടതിയും എത്തുക എന്നതാണ് ഇന്ന് നോക്കിക്കാണുന്നത്. തീർച്ചയായും വ്യക്തമാണ്. നവമി ദിനേശാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.